ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്ന സാധനം എന്താണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. സോ ഇപ്പോഴത്തെ ഇൻഫോർമേഷൻ ഏജ് എന്നറിയപ്പെടുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ. ഈ യുഗത്തിൽ ഇൻഫോർമേഷൻ നമ്മളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എന്തിൻ്റെ? കമ്പ്യൂട്ടറുകളും ഉപഗ്രഹങ്ങൾ മുതലായ നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം കാരണം വളരെയധികം ഡേറ്റകൾ നമ്മൾ ഈ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡേറ്റകളെല്ലാം തന്നെ ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പുതിയ പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ഭാവിയിലെ പല സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന്, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡേറ്റാസുകളെ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് മുമ്പത്തേന്ന് വ്യത്യസ്തമായി വിവിധ രൂപങ്ങളിൽ ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്നാണ് ഡേറ്റ വരുന്നത്. ഉറവിടങ്ങൾ പലപ്പോഴും നമ്മൾ പോലും അറിയാറില്ല. നിങ്ങൾക്ക് വരുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജോ, നിങ്ങൾക്ക് വരുന്ന നിങ്ങൾ കാണുന്ന ഒരു വീഡിയോയോ എല്ലാം തന്നെ ഒരു ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് തന്നെയാണ്. ഇപ്പോൾ ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് ഒരു പാറ്റേൺ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഡേറ്റ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. ഈ ഉറവിടങ്ങൾ, ഈ ഡേറ്റയുടെ സോഴ്സസ് പലപ്പോഴും വെളിപ്പെടുത്തണം എന്നില്ല. ഒരു ഡേറ്റ മൈനിങ്ങിന് വേണ്ടിയിട്ട് ഇൻപുട്ട് തയ്യാറാക്കുന്നത് സാധാരണയായി മുഴുവൻ ഡേറ്റ മൈനിങ് പ്രക്രിയയ്ക്കും വേണ്ടുന്ന പ്രയത്നത്തിൻ്റെ ഭൂരിഭാഗവും ഉപയോഗിച്ചാണ്. സോ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ നിന്ന് തന്നെ വ്യക്തമാവുന്ന കാര്യമാണ്. നിങ്ങൾ ആ സൈഡിൽ കണ്ട പിക്ചർ കണ്ടോ, അതിൽ പല തരത്തിലുള്ള ഡേറ്റാസ്, നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ, സോഷ്യൽ മീഡിയാസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റാസ്, ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റാസ്, വെതർ സ്റ്റേഷൻ, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ പലയിടത്തു നിന്നും നിങ്ങൾക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും ഡേറ്റാസിനെ കുറിച്ച് കമ്പ്യൂട്ടർ സയൻസിൽ പറയുമ്പോൾ അവർ പറയുന്ന രണ്ട് തരത്തിലുള്ള ഡേറ്റ ഉണ്ട് എന്നാണ്. ഓപ്പറേഷണൽ ഡേറ്റയും സ്ട്രാറ്റജിക് ഡേറ്റയും. നമുക്കൊരു ഓഫീസിൻ്റെ കാര്യം കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ നിങ്ങളുടെ ഡെയിലി അറ്റൻഡൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാവാം, മന്ത്ലി സാലറി ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം തന്നെ എന്ന് പറയുന്നത് ഡെയിലി പഞ്ചിങ് ഡേറ്റ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷണലാണ്. ബട്ട് സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വരുമ്പോഴാണ് ഈ സ്ട്രാറ്റജിക് ഡേറ്റ. ഹൗ ടു ഡീൽ വിത്ത് സച്ച് എ സ്ട്രാറ്റജിക് ഡേറ്റ എന്നതിനാണ് നമ്മൾ ഡേറ്റ വെയർഹൗസിംഗ് എന്ന പ്രക്രിയ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന രണ്ട് പിക്ചേഴ്സും കണ്ടിട്ടുണ്ടാവും. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബുക്കിന് വേണ്ടിയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അവർ തരുന്ന സജഷൻ ടാബാണ്. അവർക്ക് എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് ഈ സജഷൻ ടാബ് തരാൻ വേണ്ടിയിട്ട്? ഇനി നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ആ ഫോട്ടോയിൽ ചുറ്റും സ്ക്വയർ ബ്രാക്കറ്റ്. എങ്ങനെയാണ് ഈ ഫേസുകൾ, ആ ഒരു ക്യാമറ, അതൊരു ഇതില്ലാത്ത ഒരു ക്യാമറ, ജീവനില്ലാത്ത ഒരു ക്യാമറ എങ്ങനെയാണ് നിങ്ങളുടെ ഫേസുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഇതെല്ലാം തന്നെ ഒരു ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ് അൽഗോരിതം ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്, അല്ലേ? എന്താണ് ഒരു ഡേറ്റാബേസ് എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡേറ്റാസിനെയാണ് നമ്മൾ ഡേറ്റാബേസ് പറയുന്നത്. ദാറ്റ് ഈസ് ലോജിക്കലി റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാരണം നമ്മൾ എന്തെങ്കിലും ബന്ധമില്ലാത്ത ഡേറ്റകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഡേറ്റാബേസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നമുക്ക് യൂസ്ഫുള്ളായിട്ട് നമ്മളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ്. ഇപ്പം നിങ്ങളിപ്പം എല്ലാവരും പറയുന്ന പോലെ രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുട എടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന പത്രത്തിൽ മഴ പെയ്യും എന്നുണ്ട്, പിന്നെ അന്തരീക്ഷമാകെ മൂടിയിരുന്നെടുക്കുന്നു. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അഥവാ ഡേറ്റാസിനെ നിങ്ങൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കുട എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലേ? സോ ആ ഇൻഫർമേഷൻസ് ആർ സച്ച് മച്ച് വാല്യബിൾ. സോ ഇനി നിങ്ങൾക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നു. ആ വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങൾ ഈ പറഞ്ഞേക്കുന്നതിനെ പോലെ ഒരു പർട്ടിക്കുലർ ഐറ്റം അല്ലല്ലോ, കുറേ സാധനങ്ങൾ ഒന്നിച്ച് ചേർത്തായിരിക്കും വാങ്ങുന്നത്. അത് തന്നെ മുട്ടയുണ്ടാകാം, പാലുണ്ടാകാം, അങ്ങനെ പല പല ഐറ്റംസ് അതിലുണ്ടാകാം. പക്ഷേ അത് കൊണ്ടുവരുന്നതെല്ലാം നിങ്ങൾ 1 or 2 കവറുകൾ ഇതെല്ലാം വെച്ചിട്ടാണ്.
അതാണ് നിങ്ങളുടെ ഡേറ്റ. ഡേറ്റ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഒരു വർക്ക്ഡ് ആയിട്ട്, നോട്ട് ഇൻ അറേഞ്ച്ഡ് മാനർ, എല്ലാം കൂടെ ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മളതെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാത്തിൻ്റെയും പൊസിഷൻസിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു അല്ലേ. സോ ഈ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിറ്റേ ദിവസം നിങ്ങൾക്ക് പോയിട്ട് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ, ഗസ്റ്റ് വരുമ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടുവരും. അപ്പം നിങ്ങൾക്കറിയാം മറ്റേ ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ ഇത് വെക്കണമെന്ന് അല്ലേ. സോ അതവിടെ വെക്കുന്നു. ഇനി എലിയോ മറ്റോ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആ കിടന്ന സാധനം വാങ്ങിക്കൊണ്ട് വന്ന് അടുക്കി വെച്ചേക്കുന്ന സാധനം മിസ്പ്ലേസ് ആയി പോകാതെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ അതിനുള്ള സെക്യൂരിറ്റീസും എടുക്കുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെയുള്ള ഈ ഒരു സ്റ്റോറേജിനെ തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഡേറ്റ വെയർ ഹൗസ് എന്ന് പറയാൻ പറ്റും. സോ എന്താണ് ഡേറ്റ വെയർ ഹൗസ്? ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ഒരു യഥാർത്ഥ ബിസിനസ് ആപ്ലിക്കേഷന് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഡേറ്റ ഒരുമിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ഉദാഹരണത്തിനാണെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ വേണം, സെയിൽസ് ഡേറ്റ വേണം, കൺസ്യൂമർ ബില്ലിംഗ് റിപ്പോർട്ട് വേണം, കസ്റ്റമർ കെയർ സർവീസസ് വേണം. ഇതിനെല്ലാത്തിൽ നിന്നുള്ള ഡേറ്റ ആവശ്യമാണ്. വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ഡേറ്റകൾ സംയോജിപ്പിച്ച് ഇതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ്, അത് കൺസ്യൂമേഴ്സിന് എന്തുമാത്രം ഉപകാരമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്ത് അയാൾക്ക് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള ഡേറ്റകൾ സംയോജിപ്പിക്കുന്നത് സാധാരണയായിട്ട് ഭയങ്കര വെല്ലുവിളിയുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. കാരണം പല ഡേറ്റയും പലയിടത്തും ചെയ്യുന്ന പല കോഡുകൾ ഉപയോഗിച്ച് ആകാം അല്ലേ. വ്യത്യസ്ത വകുപ്പുകൾ റെക്കോർഡിംഗ് കീപ്പിംഗ് വ്യത്യസ്ത ശൈലികളിലായിരിക്കാം, വ്യത്യസ്ത കൺവെൻഷനുകളായിരിക്കാം, വ്യത്യസ്ത സമയപരിധികളായിരിക്കാം, വ്യത്യസ്ത അളവിലുള്ള ഡേറ്റ അഗ്രഗേഷനായിരിക്കാം, വ്യത്യസ്ത പ്രാഥമിക കീകൾ, ചില ഷോർട്ട് ഫോംസ് കൊടുക്കാറില്ലേ, അങ്ങനെയുള്ള കീകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിരിക്കാം. ഇങ്ങനെ ഇത്രയും വ്യത്യസ്തത ഉണ്ടാകുമ്പോൾ ഇതൊക്കെല്ലാം കൂടാതെ തെറ്റുകളും വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഡേറ്റ കൂട്ടിച്ചേർക്കുകയും സംയോജിപ്പിക്കുകയും വേണം, അത് അഗ്രിഗേറ്റ് ചെയ്യുകയും വേണം, കൂടാതെ അതിനെല്ലാം ക്ലീൻ ചെയ്യുകയും വേണം. കമ്പനിക്ക് വ്യാപകമായൊരു ഡേറ്റാബേസ് അഗ്രിഗേഷൻ്റെ അല്ലെങ്കിൽ ആശയം നടപ്പിലാക്കാൻ നമുക്ക് എന്തുപയോഗിക്കാൻ പറ്റും? ഡേറ്റ വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ബിഫോർ delving further, one should know that data warehouse, what is a data warehouse? This discussion is about the introduction of data warehousing, how it influences our lives. Data warehouse എന്നത് ഒരു പൊതു ഡേറ്റാബേസിലേക്ക് ഡേറ്റ കമ്പൈൽ ചെയ്യുന്നതിനും ഓർഗനൈസ് ചെയ്യുന്നതിനുമുള്ള പ്രോസസ്സാണ്. അതേസമയം ഡേറ്റ മൈനിങ് അല്ല. ഡേറ്റ മൈനിങ് എന്നത് ഡേറ്റാബേസുകളിൽ നിന്നും ഉപയോഗപ്രദമായ ഡേറ്റ വേർതിരിച്ചെടുക്കുന്നതാണ്. വേർതിരിച്ചെടുത്ത് അവയിൽ നിന്ന് അർത്ഥവത്തായ പാറ്റേണുകൾ തിരിച്ചറിയുന്നതാണ്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഡേറ്റ വെയർ ഹൗസിൽ സമാഹരിച്ചു വെച്ചേക്കുന്ന ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്താണ് എന്ത് സംഭവിക്കുന്നത്? ഡേറ്റ മൈനിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. A data warehouse is a powerful database model that significantly enhances the user's ability to quickly analyze larger, multi-dimensional data sets. Large multi-dimensional data sets. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇറ്റ് cleanses and organizes data to allow users to make business decisions based on the facts. Hence, the data in the data warehouse must have strong analytical characteristics. സോ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ വെയർ ഹൗസ് എന്ന് പറയുന്നതിനൊരു പ്രത്യേക ഡെഫിനേഷനായിട്ട് ആരും പറഞ്ഞു കണ്ടിട്ടില്ല. പലയിടത്തും പല രീതിയിലുള്ള, നിങ്ങൾ തന്നെ ഡേറ്റ വെയർ ഹൗസ് എന്താണെന്ന് സെർച്ച് ചെയ്താൽ അതിന് പല ഡെഫിനിഷൻസ് കിട്ടാറുണ്ട്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന 2 ഡെഫിനിഷൻസാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഒന്ന്, സിംഗിൾ കംപ്ലീറ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ് സ്റ്റോർ ഓഫ് ഡേറ്റ ഒബ്റ്റെയിൻഡ് ഫ്രം വെറൈറ്റി ഓഫ് സോഴ്സസ് ആൻഡ് മെയ്ഡ് അവൈലബിൾ ടു എൻഡ് യൂസേഴ്സ് ഇൻ എ വേ ദാറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ഇറ്റ്. എന്താണ്? കംപ്ലീറ്റും
കൺസിസ്റ്റൻറ്റും, കംപ്ലീറ്റ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഡേറ്റയുടെ ഒരു സ്റ്റോറാണ്. അവിടുത്തെ പ്രത്യേകത എന്താ? വെറൈറ്റി ഓഫ് സോഴ്സിൽ നിന്നും ഉള്ള ഡേറ്റ അതിലുണ്ടാകണം. പിന്നെയോ ആ ഡേറ്റ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും വേണം, അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുകയും വേണം. അങ്ങനെയുള്ളപ്പോഴാണ് അതിനെ എന്തെന്ന് പറയുന്നത്? ഡേറ്റ വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇനി ഡേറ്റ വെയർ ഹൗസിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് വാട്ട് ഈസ് ഡേറ്റ വെയർ ഹൗസ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ സിൻറ്റ്. വാട്ട് ഈസ് സിൻറ്റ്? എസ് ഫോർ സബ്ജക്റ്റ് ഓറിയൻറ്റഡ്, ഐ ഫോർ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ടൈം വേരിയൻ സിൻറ്റ് അല്ല, CTN ആണ്, SINT തന്നെയാണ്. ഞാൻ ടൈപ്പ് ചെയ്ത പടത്തിൽ തിരിച്ചാണ് കിടക്കുന്നത്. N ഫോർ നോൺ വോളട്ടൈൽ, T ഫോർ ടൈം വേരിയൻറ്റ്. ഓക്കെ, ഒരു ഡേറ്റ വെയർ ഹൗസ് വ്യത്യസ്ത ഡേറ്റയുടെ ശേഖരമാണ് അല്ലേ? അത് ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്നുള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുക, വിവരങ്ങളുടെ ഒരു വിഷയം അടിസ്ഥാനമാക്കിയുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ശേഖരം, വിഷയമനുസരിച്ച് ഓർഗനൈസ് ചെയ്തുള്ള വിശകലനം, ഡേറ്റ മൈനിങ് മുതലായവയ്ക്കെല്ലാം ഉപയോഗിക്കുന്നത് ഡേറ്റ വെയർ ഹൗസിലുള്ള വ്യത്യസ്തമായ ഡേറ്റയാണ്. ഇടപാട് അടിസ്ഥാനമാക്കി നമുക്ക് പലയിടത്തുനിന്നും ഇങ്ങനെയുള്ള ഡേറ്റാസ് ഉപയോഗിച്ച് വേണം നമുക്കൊരു നടത്താൻ അല്ലേ? So, what is meant by a subject oriented? A data warehouse can be used to analyze a particular subject area. ഓർഗനൈസേഷൻ്റെ നിലവിലെ പ്രവർത്തനങ്ങൾക്ക് പകരം ഒരു തീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനാൽ ഒരു ഡേറ്റ വെയർ ഹൗസ് എല്ലായ്പ്പോഴും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിർദ്ദിഷ്ട തീമിൽ ഇത് നേടാൻ കഴിയും. ഇതിനർത്ഥം ഡേറ്റ വെയർ ഹൗസിംഗ് പ്രോസസ്സ് കൂടുതൽ നിർവചിക്കപ്പെട്ടേക്കുന്ന ഒരു നിർദ്ദിഷ്ട തീം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടതാണ്. ദിസ് തീം ക്യാൻ ബി സെയിൽസ് ആവാം, ഡിസ്ട്രിബ്യൂഷൻ ആവാം, മാർക്കറ്റിംഗ് എക്സെട്ര. ഒരു ഡേറ്റ വെയർ ഹൗസ് ഒരിക്കലും നിലവിലെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? വിവിധ തീരുമാനങ്ങൾ എടുക്കുന്നതിന്, ഡേറ്റ പ്രദർശിപ്പിക്കുന്നതിലും ഡേറ്റ വിശകലനം ചെയ്യുന്നതിലും ആണ് ഇതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമില്ലാത്ത ഡേറ്റ ഒഴിവാക്കി പ്രത്യേക തീമിന് ചുറ്റുമുള്ള എളുപ്പവും കൃത്യവുമായ ഡേറ്റ പ്രകടിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു കോളേജിൻ്റെ ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ, കോളേജ് വരുമ്പോൾ ഡേറ്റ വളരെ ചെറുതായിപ്പോവും. കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിഫറൻറ്റ് അഫിലിയേറ്റഡ് കോളേജുകളിലുള്ള ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളെക്കുറിച്ച് പഠിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ വരുന്ന ഒരു തീം ആദ്യം ഡിഫൈൻ ചെയ്യുന്ന 3-4 തീമായിട്ടാണ്. സയൻസ് സ്ട്രീം, ആർട്സ് സ്ട്രീം, കൊമേഴ്സ് സ്ട്രീം ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രൊഫഷണൽ കോഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ 4 തീമുകളായി. ഇനി ആ 4 തീമുകളിൽ തന്നെ പിന്നെയും ഉണ്ടാവും അല്ലേ? സയൻസ് സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ എന്താവും? സയൻസിൽ യു ക്യാൻ സീ പല സബ്ജക്റ്റുകളുണ്ടാവും. ഓരോ സബ്ജക്റ്റും വീണ്ടും ഡിഫറെൻറ്റ് തീമാണ്. പക്ഷേ ദാറ്റ് കംസ് അണ്ടർ ദ മെയിൻ തീം എന്താണ്? സയൻസ്. സോ ഡേറ്റ വെയർ ഹൗസിൽ ഡേറ്റാസ് അസംബിൾ ചെയ്തേക്കുന്നത് ഈ രീതിയിൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, അതായത് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ഈ സയൻസിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ മാത്സിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡേറ്റ എന്നല്ല. സബ്ജക്റ്റ് മീൻസ് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാം വരുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ കീഴിലായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ്. A data warehouse integrates data from multiple data sources. പല ഡേറ്റാ സോഴ്സുകളിൽ നിന്നുള്ള, അതാണിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഓരോ സബ്ജക്റ്റിലും എൻറോൾ ചെയ്തേക്കുന്ന കുട്ടികളുടെ എണ്ണം, ടീച്ചേഴ്സിൻ്റെ ഡേറ്റ വേണം, നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ ഡേറ്റ വേണ്ടേ? ഇത്രയും കാര്യം ഇതെല്ലാം കൂടാതെ യൂണിവേഴ്സിറ്റി സ്റ്റാഫുകളുടെ ഡേറ്റയും വേണമല്ലോ. സോ ശരിക്കും ഒരു കോളേജിലെ ഡേറ്റ അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ ആവണം എന്നില്ല മറ്റൊരു കോളേജിൽ അവർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ, അതുപോലെ ആവണമെന്നില്ല വേറൊരു കോളേജിൽ അവർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ. സോ ഈ എല്ലാ കോളേജുകളിൽ നിന്നും എൻ്റർ ചെയ്യുന്ന ഡേറ്റകളെല്ലാം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സൂക്ഷിക്കാനുള്ള കഴിവ് എന്തിനുണ്ടാവണം? ഡേറ്റ വെയർ ഹൗസിൽ ഉണ്ടാകണം.
ദാറ്റ് ഈസ് ഇത് വിശ്വസനീയമായ ഫോർമാറ്റിൽ നിർമ്മിച്ച് സബ്ജക്റ്റ് ഓറിയൻറ്റേഷന് സമാനം തന്നെയാണ്. ഇൻ്റഗ്രേഷൻ എന്നാൽ വ്യത്യസ്ത ഡേറ്റാബേസുകളിൽ നിന്ന് സമാനമായ എല്ലാ ഡേറ്റയും സ്കെയിൽ ചെയ്യുന്നതിന് ഒരു എൻറ്റിറ്റി സ്ഥാപിക്കുക എന്നാണ്. ഷെയർ ചെയ്തതും പൊതുവായി അനുവദിച്ചതുമായ രീതിയിൽ ഡേറ്റ വിവിധ ഡേറ്റ വെയർഹൗസുകളിൽ റിസൈഡ് ചെയ്യുന്നുണ്ട്. ഒരു മെയിൻ ഫ്രെയിമിലും റിലേഷണൽ ഡേറ്റാബേസ് പോലുള്ള വിവിധ ഡേറ്റ ഉറവിടങ്ങളിൽ നിന്നുമുള്ള ഡേറ്റയാണ് ഇത് സംയോജിപ്പിച്ച് ഒരു ഡേറ്റ വെയർഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന് വിശ്വസനീയമായ നാമകരണ കൺവെൻഷനുകൾ, ഫോർമാറ്റുകൾ, കോഡുകൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കണം. ഡേറ്റയുടെ ഫലപ്രദമായ വിശകലനത്തിന് ഡേറ്റ വെയർഹൗസ് ആനുകൂല്യങ്ങളുടെ സംയോജനം, പേരിടൽ, നെയിമിംഗ് കൺവെൻഷൻസ്, സ്കെയിലിംഗ് ടെക്നിക്സ്, എൻകോഡിംഗ് ടെക്നിക്സ് മുതലായവ എല്ലാം യുണീക്കായി ചെയ്യാൻ കഴിവതും ശ്രമിക്കണം. ഡേറ്റ വെയർഹൗസിൻ്റെ സംയോജനം വിഷയവുമായി ബന്ധപ്പെട്ട ഇൻ്റഗ്രേഷൻ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വെയർഹൗസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണം. ഇതെന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഴ്സ് എ ആൻഡ് സോഴ്സ് ബി മേ ബി ഹാവ് ഡിഫറെൻറ്റ് വേസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് എ പ്രോഡക്റ്റ്, ബട്ട് ഇൻ ഡേറ്റ വെയർഹൗസ് ദേ വിൽ ബി ഓൺലി എ സിംഗിൾ വേ ടു ഐഡൻറ്റിഫൈ എ പ്രോഡക്റ്റ്. നിങ്ങളുടെ ഒരു കമ്പനിയാണ്, നിങ്ങളൊരു കമ്പനിയുടെ ആണെങ്കിൽ, മാനേജറാണെങ്കിൽ നിങ്ങളുടെ മികച്ച 20 ഉപഭോക്താക്കളെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ HAL എന്ന് വാങ്ങിയ ആളും അയാൾ HAL എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിലും രണ്ടും എന്തിൽ തന്നെ വരണം? ഈ ഒരേ കമ്പനിയുടെ ഇതായിട്ട് തന്നെ വരണം. സോ ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അപ്ലൈഡുകൾ ഉപയോഗിച്ച് ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്നും ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മൾ ഇൻ്റഗ്രേറ്റേഷൻ എന്ന ആ ഒരു പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് ടൈം വേരിയൻറ്റ്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഈസ് kept in a data warehouse. ഡേറ്റ ആഴ്ച തോറുമോ പ്രതിമാസമോ വാർഷികമോ അങ്ങനെ വ്യത്യസ്തമായ ഇടവേളകളിലൂടെ പരിപാലിക്കുന്നു. വലിയ ഡേറ്റാബേസുകൾക്കിടയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഓൺലൈൻ ഇടപാട് പ്രക്രിയ, ദാറ്റ് ഈസ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സ്, OLTP എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കണം, നടിക്കുന്നതുമായ വിവിധ സമയപരിധി ഇത് കണ്ടെത്തുന്നുണ്ട്. ഡേറ്റ വെയർഹൗസിങ്ങിനുള്ള സമയപരിധി പ്രവർത്തന സംവിധാനങ്ങളെക്കാൾ വളരെ വിശാലമാണ്. ഡേറ്റ വെയർഹൗസിൽ താമസിക്കുന്ന ഡേറ്റ ഒരു നിശ്ചിത സമയ ഇടവേള ഉപയോഗിച്ച് പ്രവചിക്കാവുന്നതും ചരിത്രപരമായ വീക്ഷണകോണിൽ നിന്ന് വിവരങ്ങൾ കൈമാറാവുന്നതുമാണ്. ഇത് സമയത്തിൻ്റെ ഘടകങ്ങൾ സ്പഷ്ടമായോ പരോക്ഷമായോ ഉൾക്കൊള്ളുന്നു. സമയവ്യത്യാസത്തിൻ്റെ മറ്റൊരു സവിശേഷത ദാറ്റ് ഈസ് ടൈം വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ വെയർഹൗസിൽ ഒരിക്കൽ ഡേറ്റ സംഭരിച്ചാൽ അത് പരിഷ്കരിക്കാനോ മാറ്റാനോ അപ്ഡേറ്റ് ചെയ്യാനോ കഴിയില്ല. ദാറ്റ് മീൻസ് നിങ്ങളൊരു ഡേറ്റ എൻ്റർ ചെയ്തു ഇന്നത്തെ, ഈ ഡേറ്റ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഡേറ്റ വീണ്ടും അത് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് വീണ്ടും ഡേറ്റ അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആ ഡേറ്റയും കൊണ്ട് ഉൾപ്പെടെ നിങ്ങൾക്ക് വേറൊരു ഡേറ്റ എൻ്റർ ചെയ്യും. അല്ലാതെ ആ ഡേറ്റയെ ഓൾട്ടർ ചെയ്യുക, എഡിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം എന്തിലില്ല? ഡേറ്റ വെയർഹൗസിൽ ഇല്ല. ഒരു എക്സാമ്പിൾ എന്ന് പറയുക, ഒരാൾക്ക് 3 മാസം 6 മാസം 12 മാസം അല്ലെങ്കിൽ ഒരു ഡേറ്റ വെയർഹൗസിൽ നിന്ന് പഴയ ഡേറ്റ എന്നിവയൊക്കെ വീണ്ടെടുക്കാൻ പറ്റും. ഇത് മിക്കപ്പോഴും ഒരു ട്രാൻസാക്ഷൻ സിസ്റ്റമായിട്ട് വ്യത്യാസപ്പെട്ടിരിപ്പുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ ബാങ്കിൽ ട്രാൻസാക്ഷൻ ഡേറ്റ എടുത്താൽ അവർക്ക് മാക്സിമം 1 മാസത്തെ ട്രാൻസാക്ഷൻ ഒക്കെ തരാൻ പറ്റുള്ളൂ. പക്ഷേ വെയർഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡേറ്റ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 1995 ഡേറ്റ ഇന്നു മുതൽ നിങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഡേറ്റ നിങ്ങൾക്ക് കിട്ടും. Okay, so next is non-volatile. Once data is in the warehouse, it will not change. So historical data in a data warehouse should never be altered. പേര് പോലെ തന്നെ ഡേറ്റ വെയർഹൗസിൽ താമസിക്കുന്ന ഡേറ്റയെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ശാശ്വതമാണ്. പുതിയ ഡേറ്റ ചേർക്കുമ്പോൾ ഡേറ്റ മായ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ല. ബിസിനസ്സിലെ ലോജിക്കൽ തിരഞ്ഞെടുത്ത അളവ് തമ്മിലുള്ള വെയർഹൗസിൻ്റെ സാങ്കേതിക വിദ്യകളിലെ വിശകലനം ഇത് വിലയിരുത്തുന്നുണ്ട്.
ഓക്കെ, സോ നിങ്ങളോട് വാട്ട് ഇസ് വെയർ ഹൗസ് എന്ന് ചോദിച്ചാൽ ചുരുക്കി നിങ്ങൾക്ക് സിൻഡ് എന്ന് പറയാം. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഓറിയൻറ്റഡ്, ഇൻ്റഗ്രേറ്റഡ്, ടൈം വേരിയൻറ്റ് ആൻഡ് നോൺ വോളട്ടൈൽ കളക്ഷൻ ഓഫ് ഡേറ്റ ദറ്റ് ഈസ് യൂസ്ഡ് പ്രൈമർലി ഇൻ ദ ഓർഗനൈസേഷണൽ ഡിസിഷൻ മേക്കിംഗ്. Why data warehousing? Data warehousing can be considered as an important pre-processing step for data mining. ദാറ്റ് ഈസ് നിങ്ങളുടെ ഡേറ്റ, ഞാൻ ഈ പറഞ്ഞ പോലെ പല കോളേജിൽ നിന്നുള്ള ഡേറ്റ വരുമ്പോൾ അതെന്താണ്, ഒരു ഹെട്രോജീനിയസ് ഡേറ്റാ ബേസാണ് അല്ലേ. സോ ആ ഡേറ്റാ ബേസിനെ ഡേറ്റകൾ എന്തൊക്കെ വേണമെന്ന് സെലക്ട് ചെയ്ത് അതിൽ മിസ്സിങ് ആയിട്ടുള്ള ഡേറ്റാസ് എല്ലാം ക്ലീൻ ചെയ്ത് പല കോളേജുകളിൽ നിന്നുള്ള കുട്ടികളുടെ ഐ ഡി, കുട്ടികളുടെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് സമ്മപ്പ് ചെയ്ത് സൂക്ഷിക്കുക. സമ്മറൈസേഷൻ എന്താണെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികളെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. സമ്മറൈസ് ചെയ്ത് ടാബുലാർസ് ഒക്കെ പഠിച്ചതല്ലേ, ടാബുലാർ കോളമൊക്കെ. സോ അങ്ങനെയൊക്കെ സം ചെയ്ത് ഡേറ്റ വെയർ ഹൗസിലേക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. സോ ഇതൊരു ഡേറ്റ വെയർ ഹൗസിൻ്റെ എക്സാമ്പിളാണ്. ഇതൊരു സെയിൽസ് ഡേറ്റയാണ്. സോ ഇതിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ടീംസ് എന്തൊക്കെയാണെന്ന് നോക്കി. കസ്റ്റമർ ഡയമെൻഷനുണ്ട്, പ്രോഡക്റ്റ് ഡയമെൻഷനുണ്ട്, സെയിൽസ് പേഴ്സൺ ഡയമെൻഷനുണ്ട്, ടൈം ഡയമെൻഷനുണ്ട് അല്ലേ. ഇതെല്ലാം വരുന്നത് ഫാക്ടറി സെയിൽസ് എന്ന് പറയുന്നതിനകത്താണ് അല്ലേ. ഇനി നോക്കിയേ, കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കസ്റ്റമറുടെ എന്തൊക്കെ വേണം, നെയിം വേണം, അക്കൗണ്ട് നമ്പർ വേണം, ജെൻഡർ വേണം, അഡ്രസ്സ് വേണമല്ലോ. ഇതൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ആണേ. ഇനി പ്രോഡക്റ്റ് ഡയമെൻഷൻ എടുത്താലോ, അതിൻ്റെ ലോഡ് കോഡ് വേണം, കളർ വേണം, സൈസ് വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, കാറ്റലോഗ് നമ്പർ, പ്രൈസ് ലിസ്റ്റ്. സോ ഈ ഡേറ്റ എല്ലാം ഡിഫറെൻ്റ് അല്ലേ, എല്ലാം ഒരുപോലെയാണോ? ഓരോന്ന് ദാറ്റ് ഈസ് പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയും കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയും ടൈം ഡയമെൻഷനിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയും സെയിൽസ് പേഴ്സണിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയും ഈ 4 നിന്ന് കിട്ടുന്ന ഡേറ്റയും ഡിഫറെൻറ്റ് ഡേറ്റയാണ്. ബട്ട് ഇതെല്ലാം ഒരു ഡേറ്റ വെയർ ഹൗസിൽ കൊണ്ടുവന്ന് FK4 അഥവാ കസ്റ്റമർ FK4 എന്ന് വെച്ചാൽ കസ്റ്റമറിൻ്റെ ഡയമെൻഷൻസ് എല്ലാം അതിൽ സേവ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡയമെൻഷൻസ് എല്ലാം കൊണ്ടുവന്ന് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സേവ് ചെയ്യും, സെയിൽസ് കൊണ്ടുവന്ന് സെയിൽസിൽ സേവ് ചെയ്യും. അങ്ങനെ ഈ പ്രോഡക്റ്റിൽ തന്നെ ഒരു 150 ഡേറ്റ ഉണ്ടെന്ന് വയ്ക്കുക. 50 ഡേറ്റയും പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആ തീമിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് സേവ് ചെയ്യും. അതിനകത്തുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടാവും. ആൻഡ് ഇത് മറ്റൊരു എക്സാമ്പിളാണ്. ഇതൊരു ബാങ്കിൻ്റെയാണ്. ബാങ്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 6 ബ്രാഞ്ചുള്ള ഒരു ബാങ്കാണ്. ബ്രാഞ്ചുകളെയാണ് ഡയമെൻഷൻ 1, ഡയമെൻഷൻ 2, ഡയമെൻഷൻ 3, 4, 5, 6 എന്ന് കോഡ് ചെയ്തേക്കുന്നത്. ഈ 6 ബ്രാഞ്ചുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, അവർ ഓഫർ ചെയ്യുന്ന സർവീസുകളുണ്ട്, ബാങ്കുകളുടെ ലൊക്കേഷൻസ് ഉണ്ട്, അവരുടെ ഓരോരുത്തരുടെയും കസ്റ്റമർ IDs ഉണ്ട്, അവരുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലേ. സോ ഇതെല്ലാം ഈ 6 ബ്രാഞ്ചുകളിലും വരുന്നുണ്ട്. സോ അതിനെ എല്ലാത്തിനെയും, പക്ഷേ ഇതെല്ലാം മെയിൻ ഒരു ബ്രാഞ്ചിൽ നിന്നാണ് പോകുന്നത്. സോ അപ്പം ബ്രാഞ്ച് നെയിം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എന്തും ഇമ്പോർട്ടൻ്റ് ആണ്, ഓവറോൾ ട്രാൻസാക്ഷനും ബാങ്കിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ശരിക്കും അപ്പുറത്തെ ഡേറ്റ ഇപ്പുറത്തെ ഡേറ്റയും തമ്മിലുള്ള അപ്പുറത്തെ 4 സൂക്ഷിക്കേണ്ടതാണെങ്കിൽ ഇവിടെ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, അതിനേക്കാളും വലിയ ഡേറ്റയെ മേർജ് ചെയ്ത് സൂക്ഷിക്കണം. സോ അതിനനുസരിച്ച് കണ്ടോ കോഡ് മാറിയത് കണ്ടോ. FK എന്ന് പറഞ്ഞ കസ്റ്റമർ ID, കൺസ്യൂമർ ID, ലൊക്കേഷൻ കോഡ്, അങ്ങനെ എല്ലാം ചേർത്ത് കൂടാതെ എന്തുണ്ട് ഈ ബ്രാഞ്ചുകളുടേതും ഉണ്ടായിരിക്കുന്നതാണ്. ഐ തിങ്ക് യു ക്യാൻ സീ ഇറ്റ് കണ്ടാ. ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ബ്രാഞ്ചിൽ ഇതെല്ലാത്തിൻ്റെ ഡേറ്റ സെപ്പറേറ്റ് ടീമിൽ സൂക്ഷിക്കണം. അപ്പോൾ ഇവർ ദാറ്റ് ഈസ് ബാങ്ക് 1 നിന്ന് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റയെ ഈ ഡേറ്റ വെയർ ഹൗസിലെത്തുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ടാണ് കാണുന്നത്. സോ എന്താണ് ഡേറ്റ വെയർ ഹൗസിലെത്തുമ്പോൾ ഡേറ്റ സെലക്ഷൻ ചെയ്യുന്നത്? ഓൺലി ദ ഡേറ്റ വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ അനാലിസിസ് ആർ സെലക്റ്റഡ്. നമുക്ക് വേണ്ടുന്ന ഡേറ്റ മാത്രം, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ അബൌട്ട് എംപ്ലോയീസ് വേണം, ഡിപ്പാർട്ട്മെൻറ്റ്സ് വേണം അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇൻഫർമേഷൻ അബൌട്ട് എംപ്ലോയീസ്, ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണൊരു ബിസിനസ് ആവശ്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ എംപ്ലോയീസിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമോ ഇല്ല അല്ലേ. പക്ഷേ അവിടുന്ന് കിട്ടുന്ന ഡേറ്റാസ് വേണം, നോട്ട് സ്റ്റോർ. ദെയർഫോർ ദ ഡേറ്റ വെയർ ഹൗസ് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, അത് പറയേണ്ട കാര്യമില്ല, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. എന്തിനാണ് ഡേറ്റ ഇൻ്റഗ്രേഷൻ? ആട്രിബ്യൂട്ട് നെയിമിൻ്റെ കൺസിസ്റ്റൻസി, ദാറ്റ് ഇസ് ചില വേരിയബിളിന് നമ്മൾ റാൻഡം വേരിയബിളിന് RB എന്ന് എഴുതും അല്ലേ.
റാൻഡം വേരിയബിൾ ആർ വി എന്ന് എഴുതുന്നത് വേറൊരാൾ വേറെ എന്തിനെങ്കിലുമാണ് ആർ വി എന്ന് എഴുതുന്നതെങ്കിൽ ആ ഡേറ്റ മേർജ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? പ്രശ്നം ഉണ്ടാവും അല്ലേ? സോ അങ്ങനെ ഒരു പ്രശ്നം യൂസ് ചെയ്യുന്ന ആൾക്ക് ആ ഡേറ്റ കൊണ്ട് പ്രശ്നം ഉണ്ടാവും. സോ അങ്ങനെ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ എല്ലാത്തിനും യുണീക്കായിട്ടുള്ള ആട്രിബ്യൂട്ട് നെയിംസ് കൊടുക്കാൻ ആട്രിബ്യൂട്ട് ഡേറ്റ ടൈംസ് ആട്രിബ്യൂട്ട് ഡേറ്റ ടൈംസിന് കൺസിസ്റ്റൻസിയാണ്. കാരണം ഡേറ്റ് നിങ്ങൾ ഒരു ഇതിൽ ഡേറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇന്നത്തെ ഡേറ്റ് 19/4/2020 എന്ന് ടൈപ്പ് ചെയ്യാം. ചിലയിടത്ത് 04/19/2020 എന്ന് കാണും, ചിലയിടത്ത് 19/4/20 എന്ന് മാത്രം കാണും അല്ലേ? സോ അങ്ങനെ അല്ലാതെ എല്ലാത്തിനും ഒരു കോമൺ കൺസിസ്റ്റൻസി ഓഫ് വാല്യൂസ് ഉണ്ടാവണം. ചിലയിടത്ത് നോക്കിയാൽ നിങ്ങളുടെ കോഡ്, ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തന്നെ നോക്കിയേ 205, പിന്നെ നിങ്ങളുടെ ഇയർ, പിന്നെ നിങ്ങളുടെ കോളേജ് കോഡ്, പിന്നെയാണ് നിങ്ങളുടെ നമ്പർ അല്ലേ? സോ ആ ഒരു രീതിയിലുള്ള കൺസിസ്റ്റൻസി ഉണ്ടാവണം ഇൻ്റഗ്രേഷൻ ഓഫ് ഡേറ്റയ്ക്ക് അല്ലേ? ക്ലീനിങ്, ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് നമ്മൾ ഒന്നിലധികം ഒരേ ഡേറ്റ തന്നെ 2 പ്രാവശ്യം എൻ്റർ ചെയ്തേക്കാം. അങ്ങനെ ഉണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇനി മിസ്സിങ് ഉണ്ടാവാം, സോ അത് ഒഴിവാക്കണം. സോ അതൊക്കെയാണ് എന്ത്? ഡേറ്റ ക്ലീനിങ്. എന്താണ് ഡേറ്റ സമ്മറൈസേഷൻ? വാല്യൂസ് ആർ സമ്മറൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡിസൈർഡ് ലെവൽ ഓഫ് അനാലിസിസ്. നമുക്കിപ്പം കൺസ്യൂമേഴ്സിൻ്റെ ഇത് മാത്രം മതി, അവരെന്തൊക്കെ പ്രോഡക്റ്റ് വാങ്ങിച്ചു എന്നുള്ള ഇൻഫർമേഷൻ മാത്രം മതിയെങ്കിൽ അത് ബ്രെഡ് എത്ര വാങ്ങി, എഗ് എത്ര വാങ്ങി എന്നുള്ള ഡേറ്റ മാത്രം അതിൽ കാണിക്കും. ഓക്കെ, സോ വാട്ട് ആർ ദ ഗോൾസ് ഓഫ് എ ഡേറ്റ വെയർഹൗസ്? ദ ഫണ്ടമെൻ്റൽ ഗോൾസ് ഓഫ് ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്നത് 5 എണ്ണമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ, മേക്സ് ആൻ ഓർഗനൈസേഷൻസ് ഇൻഫർമേഷൻ അക്സസബിൾ. ദ കണ്ടൻറ്റ് ഓഫ് ദ ഡേറ്റ വെയർഹൗസ് ആർ കറക്റ്റ്ലി ലേബിൾഡ് ആൻഡ് ഒബ്വിയസ് ആയിരിക്കണം. ഇറ്റ് ഈസ് വെരി ഈസി ടു റീച്ച്. It is very easy to reach to data because they are one click away and there is no need to wait for this. These properties are called as same in the above order: understandable, navigable and fast performance. Second one is makes the organization's information consistent. Consistent information has a key importance for the data warehouse since they get data from different parts of organization. They have to be matched properly. If 2 measures of the organization have the same name, they must mean the same thing. Conversely, if 2 measures do not mean the same thing, they are labeled differently. Third one, to be an adaptive and resilient source of information. That is, data warehouse enables to add new data and ask new questions without any change in existing data, and technologies due to it are designed for continuous change. The next one, to be a secure bastion that protects owners' information asset. The data warehouse not only controls access to the data effectively but also give its owners great visibility into the uses and abuses of the data even after it has left the data warehouse. The last one, to be the foundation for decision making. The data warehouse provides the right data for the decision makers. The decisions are output of the data warehouses. അത് നിങ്ങളിപ്പോൾ ഇത് എന്താണെന്ന് വിചാരിക്കും അല്ലേ? സീരിയസ്, നിങ്ങളൊരു ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിൽക്കാം. നിങ്ങൾക്ക് ബിസിനസ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോ ടൈം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് ഡേറ്റ വെയർഹൗസിൻ്റെ എന്താണ് ബേസിക് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഡേറ്റ വെയർഹൗസിങ് എന്തൊക്കെയാണ്? ശരി, ഡേറ്റ വെയർഹൗസിൻ്റെ നോക്കിയേ. ഫസ്റ്റ് വണ്ണേഴ്സ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഡേറ്റ കിട്ടുന്നത്? സോ ഫസ്റ്റ് വണ്ണേഴ്സ് സോഴ്സ് സിസ്റ്റംസ് കണ്ടല്ലോ, ഓപ്പറേഷണൽ സോഴ്സ് സിസ്റ്റംസ്.
കണ്ടോ, ദിസ് വൺ ഇസ് ഓപ്പറേഷൻ. 1 2 3 സോഴ്സ് സിസ്റ്റംസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്? എ സോഴ്സ് സിസ്റ്റം ഈസ് കോൾഡ് ലെഗസി സിസ്റ്റം ദാറ്റ് ക്യാപ്ചേഴ്സ് ബിസിനസ് ഡേറ്റ ആൻഡ് ട്രാൻസാക്ഷൻസ്. Source system has to be uptime and available, and it gives a chance to share basic dimensions as product and customer with other legacy systems in the organization. It is the largest source of data for analysis systems. Therefore, it is a burden to create queries and management reports directly from these systems. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ചില സൂപ്പർ മാർക്കറ്റിൽ ഒരു കൗണ്ടറേ ഉണ്ടാവുള്ളൂ അല്ലേ, ക്യാഷ് കൗണ്ടർ. ഒന്നിലധികം ക്യാഷ് കൗണ്ടർ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 10 ക്യാഷ് കൗണ്ടർ ഉണ്ടെന്ന് വയ്ക്കുക. അവസാനം ഈ 10 ക്യാഷ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ഡേറ്റ എടുക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി, അവരെത്ര ക്വാണ്ടിറ്റി വീതം പോയിട്ടുണ്ട്, അതിനൊക്കെ എത്ര രൂപയായി, എത്ര ടാക്സായി, പിന്നെ ബ്രെഡ് വാങ്ങിയ ആൾ കൂടെ എന്തൊക്കെ വാങ്ങി, ഇങ്ങനെയുള്ള ഡേറ്റയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടായിരിക്കും അല്ലേ. സോ അങ്ങനെയുള്ള അവസ്ഥ വരുന്ന സമയത്ത് ഇതിനെ ഡയറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ഒരു ക്വറി ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോഴൊക്കെ നമുക്കതിന് എന്ത് ചെയ്യണം, വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകും, വെയർ ഹൗസ് ആക്കി സ്റ്റോർ ചെയ്തിട്ടൊക്കെ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ വെയർ ഹൗസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, സോഴ്സസ് സിസ്റ്റം. ഇനി രണ്ടാമത്തത് ഡേറ്റ സ്റ്റാജിങ്. കണ്ടല്ലോ, സ്റ്റേജിങ് ഏരിയ കണ്ടോ, ഡേറ്റ സ്റ്റേജിങ് ഏരിയ കാണാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഡേറ്റ സ്റ്റേജിങ് ഏരിയ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എ ഡേറ്റ സ്റ്റേജിങ് ഏരിയ ഈസ് ആൻ ഇനീഷ്യൽ സ്റ്റോറേജ് ഏരിയ വെയർ എ സെറ്റ് ഓഫ് പ്രോസസ് ഫോർ ക്ലീനിങ്, ട്രാൻസ്ഫോർമേഷൻ, കമ്പൈനിങ്, ഡീഡ്യൂപ്ലിക്കേറ്റ്, household archive are performed on the data in order to use them in the data warehouse. The data staging area act as a bridge between the source system and the presentation server. Data staging area can be spread over a number of machines and does not need to be based on relational technologies. Unlike the presentation service, which will be described below, the main restriction of data staging area is that it never provides a query and presentation service. Okay, so that this is actually a bridge between the next step and the source system. So next is presentation server, that is data presentation area. Kando, you can see it. Data mart 1 2 എന്ന് കൊടുത്തേക്കുന്നുണ്ടല്ലോ. So what is a presentation server? It is a physical machine that stores the processed data for the end users querying and reporting to the requirement. It is a field. It is fed from the data staging area. Data staging ഏരിയയിൽ നിന്നുള്ള ഡേറ്റ എടുത്ത് അതിനെ ക്ലീനിങ്, കമ്പൈൻ, അങ്ങനെ ഡേറ്റ സ്റ്റേജിങ് ഏരിയയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്ത്, ഡേറ്റ പ്രസൻറ്റേഷൻ. ഒരാളുടെ ആവശ്യം അനുസരിച്ച് ഇതിൽ നിന്നാണ് നമ്മൾ എന്തെടുത്ത് കൊടുക്കുന്നത്, ഡേറ്റ എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, the tables will be organized as a star schema if the presentation server presents and stores the data in a dimensional framework. ഇതിനകത്ത് വരുന്ന ഒരു സാധനമാണ് എന്ത്, ഡയമെൻഷണൽ മോഡൽ എന്നാൽ എന്തെന്നുള്ളത്. സോ വാട്ട് ഈസ് എ ഡയമെൻഷണൽ മോഡൽ? ഇതിനകത്ത് വരുന്നതാണ്. സോ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഡയമെൻഷണൽ മോഡൽ ഈസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് ഹയർ query performance, resilience to change, and to be more understandable, and is an alternative model to entity relation model. The dimensional model consists of fact table and dimension table. A fact table contains measurement of the business that is preferred to be numeric and additive. There has to be a set of 2 or more foreign keys to help the joint dimension tables. Okay, the data mart ഇതെല്ലാം വരുന്നത് ഇതിനകത്താണ്. ദാറ്റ് ഈസ് ഡേറ്റ മാർട്ട്. എന്താണ് ഡേറ്റ മാർട്ട്?
Data mart a logical subset ആണ് of a complete data warehouse and are prepared for a single business process in an organization. When they come together, an integrated enterprise's data warehouse is formed. The data mart must be built from shared dimensions and facts. By this way, they can combined and used together. Next is OLAP, that is Online Analytic Processing. OLAP എന്താണ്? OLAP is enables querying and presenting text and number data from data warehouse for the end users. OLAP technology is based on multi-dimensional cube data, and OLAP databases have multi-dimensional structure. And end user application is next one. That is, this application helps the users to prepare queries and make analysis and perform their activities which are targeted to support business needs such as data access tools and ad hoc query tool, etc. The next is modeling application. ഇതെല്ലാം തന്നെ വരുന്നത് നെക്സ്റ്റ് ഡേറ്റ ആക്സസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, അവിടെയാണ്. ഓക്കെ, മോഡലിംഗ് ആപ്ലിക്കേഷൻ. മോഡലിംഗ് എനേബിൾസ് ടു ട്രാൻസ്ഫോം ഓർ മേക്ക് എ സമ്മറി ഫ്രം ദ ഡേറ്റ വെയർഹൗസ് ബൈ ഫോർകാസ്റ്റിംഗ് മോഡൽസ് ഉപയോഗിച്ചു. അലോക്കേഷൻ മോഡൽസ്, ഡേറ്റ മൈനിങ് ടൂൾസ് എന്നിവ ഉപയോഗിച്ചു. ആൻഡ് ദ ലാസ്റ്റ് വൺ ആസ് മെറ്റാഡേറ്റ. Metadata contains information and dimension about the data which is stored in the warehouse. The table of contents, ഒരു എക്സാമ്പിൾ ആണ്, the table of contents and index in a book may be considered as a metadata. Okay, so this is the basic model, that is components ഒക്കെ എന്താണെന്ന് മനസ്സിലായി കാണും. മെയിൻലി 4 ആണ്, that is source system, staging area, presentation area and access tool. പക്ഷേ ഡേറ്റ പ്രസൻറ്റേഷനകത്ത് നിങ്ങൾക്ക് ഡേറ്റ മാർട്ട് ഉണ്ട്, ഡയമെൻഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ access ടൂൾസിനകത്ത് നിങ്ങൾക്ക് മെറ്റാഡേറ്റയും മോഡലിംഗ് ആപ്ലിക്കേഷൻസും അഡ് ഹോക് കുറേ ടൂൾസ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ടൈപ്സ് ഓഫ് ഡേറ്റ വെയർഹൗസ് മോഡൽസ്. എൻ്റർപ്രൈസ് വെയർഹൗസ് ഉണ്ട്, ഡേറ്റ മാർട്ട് ഉണ്ട്, വിർച്വൽ വെയർഹൗസ് ഉണ്ട്. എന്താണ് എൻ്റർപ്രൈസ് വെയർഹൗസ്? ഇറ്റ് കവേഴ്സ് ഓൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ ആണ്. ഡേറ്റ മാർട്ടോ covers a subset of cooperative and wide data is interest specific use grouper. Okay, so എന്താണ് ഓരോന്നും എന്താണെന്ന് നോക്കാം. എൻ്റർപ്രൈസ് വെയർഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഓർഗനൈസേഷനിലുമുള്ള വിഷയങ്ങളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ശേഖരിക്കാം. ഇത് ഒന്നോ അതിലധികമോ പ്രവർത്തന സംവിധാനങ്ങളിൽ നിന്നോ ബാഹ്യ വിവരദാതാക്കളിൽ നിന്നോ ഉള്ള കോർപ്പറേറ്റ് വൈഡ് ഡേറ്റ അഗ്രിഗേഷൻ നൽകുന്നുണ്ട്. മാത്രമല്ല ഇത് വ്യാപ്തിയിൽ ക്രോസ് ഫങ്ഷണലാണ്. ഇത് സാധാരണയായി വിശദമായ ഡേറ്റയും സംഗ്രഹിച്ച ഡേറ്റയും ഉൾക്കൊള്ളുന്നു. മാത്രമല്ല കുറച്ച് ജിഗാബൈറ്റ് മുതൽ 100 കണക്കിന് ജിഗാബൈറ്റ്, ടെറാബൈറ്റ് അല്ലെങ്കിൽ അതിനുമപ്പുറം വരെ വലിപ്പം ഉണ്ടാകാം. പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന മെയിൻ ഫ്രെയിമുകൾ, കമ്പ്യൂട്ടർ സൂപ്പർ സെർവറുകൾ അല്ലെങ്കിൽ സമാന്തര ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിലുള്ള ഒരു എൻ്റർപ്രൈസ് ഡേറ്റ വെയർഹൗസ് നടപ്പിലാക്കാം. ഇതിന് വിപുലമായ ബിസിനസ് മോഡലിംഗ് ആവശ്യമാണ്. മാത്രമല്ല രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും വർഷങ്ങളെടുക്കുകയും ചെയ്യും. ഓക്കെ, വാട്ട് ഈസ് എ വിർച്വൽ വെയർഹൗസ്? എ വിർച്വൽ വെയർഹൗസ് ഈസ് എ സെറ്റ് ഓഫ് views over operational databases. For efficient query processing, only some of the possible summary views may be materialized. A virtual warehouse is easy to build and requires excess capacity on operational database servers. A data warehouse is refreshed in real time. The last one, data mart. A data mart contains a subset of corporate-wide data that is valuable to a specific group of users.
The scope is confined to specific selected subject. ഉദാഹരണത്തിന് കസ്റ്റമറിന് അയാളുടെ ഐറ്റം, അതിൻ്റെ സെയിൽ എന്നിങ്ങനെ ഡേറ്റ മാർട്ട് എന്ത് ചെയ്യും, കൺഫൈൻ ചെയ്യും. അങ്ങനെ കൺഫൈൻ ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് എന്ത്, ഡേറ്റ മാർക്ക്. ദ ഡേറ്റ കണ്ടെയ്ൻഡ് ഇൻ ഡേറ്റ മാർക്ക് ടെൻഡ് ടു ബി സമ്മറൈസ്ഡ്. ലോ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെർവേഴ്സ് ലൈക്ക് ലിനക്സ്, യുണിക്സ് എന്നിവയിലാണ് നമ്മൾ ഡേറ്റ മാർട്ട് കൂടുതലായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. It may involve complex integration in the long run if it designs and planning were no enterprises wide. Depending on the source of data, data marts can be categorized as independent or dependent. Independent data marts are sourced from data captured from one or more operational systems or external information providers, or from data generated locally within a particular department, geographic area. Dependent data marts are sourced directly from enterprises' data warehouses. As discussed before, a data warehouse helps business executives to organize, analyze, and use their data for decision making. A data warehouse serves as a sole part of a plan execute as a closed loop feedback system for the enterprise's management. What is the difference between data mining and data warehousing? I think you can see it here. Data mining ഒരു പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ഡേറ്റ പാറ്റേൺസ് ആണെങ്കിൽ, ഡേറ്റ വെയർഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബേസ് ആണ്, സിസ്റ്റംസ് ഡിസൈൻഡ് ഫോർ അനലറ്റിക്സ്. In the process of extracting useful data from the large data set ആണ്, process of combining all relevant data ആണ് നമ്മൾ ആ സമയത്ത് ഡേറ്റ വെയർഹൗസിംഗ്. I think you can read it from the slide itself. So what are the applications of data warehouse? Data warehouse എയർലൈൻ യൂസ് ചെയ്യാം എന്തിനു വേണ്ടിയിട്ട്? ക്രൂ അസൈൻമെൻറ്റ്സ്, റൂട്ട് പ്രോഫിറ്റബിലിറ്റി, ഫ്രീക്വൻറ്റ് ഫ്ലയർ പ്രോഗ്രാം, പ്രൊമോഷൻസ് എക്സെട്ര അറേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് എന്തിൽ, എയർലൈനിൽ ഉപയോഗിക്കാം. ബാങ്കിങ്ങിലോ ടു മാനേജ് ദ റിസോഴ്സ് അവൈലബിൾ, മാർക്കറ്റ് റിസർച്ച്, പെർഫോമൻസ് അനാലിസിസ് ഓഫ് ദ പ്രോഡക്ട്സ് ആൻഡ് ഓപ്പറേഷൻസ്. ഹെൽത്ത് കെയറിലായാൽ strategize and predict the outcomes of a generate patients treatment reports, share data with the tie-in insurance companies, medical aid service, etc. Public സെക്ടറിലാണെങ്കിലോ ഇൻ്റലിജൻസ് ഗാദറിങ്ങിന്, ഗവൺമെൻറ് ഏജൻസിക്ക് ടാക്സ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും അനലൈസ് ചെയ്യാനും, ഹെൽത്ത് പോളിസി റെക്കോർഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് സെക്ടറിലാണെങ്കിൽ കസ്റ്റമർ ട്രെൻഡും മാർക്കറ്റ് മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനും നമുക്ക് എന്തുപയോഗിക്കാം, ഡാറ്റ വെയർ ഹൗസിങ് യൂസ് ചെയ്യാം. ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലാണ് പ്രോഡക്റ്റ് പ്രൊമോഷൻ, സെയിൽസ് ഡിസിഷൻസ് ആൻഡ് ടു മേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ്. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ആണെങ്കിൽ എസ്റ്റിമേറ്റ് അഡ്വർടൈസിങ്, പ്രൊമോഷൻ ക്യാമ്പയിൻസ്, ടാർഗറ്റ് ക്ലയൻറ്റ്സ്, feedback, and travel patterns, etc. can be designed. Okay, so what are its advantages? എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഡേറ്റാ വെയർ ഹൗസിനുള്ളത്? Data warehouse allows business users to quickly access critical data from some sources in one and all place. Data warehouse provides consistent information on various cross-functional activities. It is also supporting ad hoc reporting and query. Data warehouse helps to integrate many sources of data to reduce stress on the production system. Data warehouse helps to reduce total turnaround time
for analysis and reporting. Restructuring and integration make it easier for the user to use for reporting and analysis. Data warehouse allows users to access critical data from the number of sources of single page. Data warehouse stores a large amount of historical data. This helps users to analyze different time periods and trends to make future predictions. അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. അൺസ്ട്രക്ചേർഡ് ഡേറ്റയ്ക്ക് എന്തല്ല, ദിസ് നോട്ട് ആൻ ഐഡിയൽ ഓപ്ഷനാണ്. ടൈം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് എന്ത് ഡേറ്റ വെയർ ഹൗസിങ് എന്ന് പറയുന്നത്. ഡേറ്റ ഹൗസ് ക്യാൻ ബി ഔട്ട്ഡേറ്റഡ് ആവാം. ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നതിനും റേഞ്ച് ചേഞ്ച് ചെയ്യുന്നതിനും ഇൻഡെക്സസ് ക്വറീസ് എന്നിവയൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. ഇറ്റ് ഈസ് ടു കോംപ്ലെക്സ് ഫോർ ദ ആവറേജ് യൂസേഴ്സ്. Sometimes data warehouse users will develop different business through. Organization need to spend lots of their resources for training implementation. I think നിങ്ങൾക്ക് ഡേറ്റ വെയർ ഹൗസ് എന്താണെന്നുള്ള ഒരു ബേസിക് അസംഷനും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.